മാമല രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടും മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടും എന്നും പ്രജകളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട മാതൃകാ രാജ്യം. പട്ടിണി കിടക്കുന്ന പ്രജകൾക്ക് പട്ടികളുടെ പോലും വില കൊടുക്കാത്ത കൊട്ടാരത്തിലുള്ള രാജാവും പരിവാരങ്ങളും പട്ടാപ്പകലും പട്ടയടിച്ച് പാട്ടും പാടി സുഖമായി ജീവിക്കുന്നു. 2005 ഡിസംബർ 26 ലോക ജനതയെ ഞെട്ടിച്ച ആ ബ്ലാക്ക് ഡേ, കറുത്ത ദിനം. അയ്യോ എന്റെ ദൈവമേ, അയ്യോ രാജാവേ, രാജാവേ, മഹാരാജാവേ, എന്നെ കൊണ്ട് വയ്യാതെ താൻ ആരെയാണ് വിളിക്കുന്നത്? രാജാവിനെ. നിന്റെ കൂട്ടുകാരൻ രാജീവിനല്ലോ. രാജാവിനെ വിളിക്കേണ്ട പോലെ വിളിക്കണം, എന്നാലേ പിശാച് വരൂ. ഞാൻ വിളിച്ചു കാണിക്കാം. എന്നാ വിളി? കൊണത്താപ്പള്ളി മാമലദേശം വാഴും. ഓ പിന്നെ രാജാധിരാജൻ, പട്ടി, വില്ലാധിവീരൻ, തെണ്ടി, ചോളാധി ചോളൻ, മന്മത മതോന്മത്തം മധുരാക്ഷിപ്രിയൻ മന്മതരാജനിതാ എഴുന്നള്ളുന്നേ. അയ്യോ എന്ന് വെച്ചാൽ പൊട്ടൻ പൊട്ടുവെള്ളരി കണ്ടതുപോലെ. സോറി ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ. മജാഹാരാവേ, എന്ത്? മഹാരാജാവേ, അങ്ങ് പുറത്തു നടക്കുന്ന ബഹളങ്ങൾ വന്നത് കേട്ടോ? ഇല്ല, നാം ഒന്നും കേട്ടില്ല. നാം പള്ളിക്കക്കൂസിലായിരുന്നു. അതിനകത്തെ ബഹളം കാരണം പുറത്തെ ബഹളമൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എന്റെ മഹാരാജാവേ, അല്ല മഹാരാജാവേ, സുനാമി വന്നു, സുനാമി. മന്ത്രി ഇവിടെ വരൂ. എന്തിടങ്ങാതി? എന്താണ് പ്രഭു? എന്തിനാടോ അവളോട് ഇപ്പൊ കെട്ടിയെടുക്കാൻ പറഞ്ഞത്? രാത്രി രാജ്ഞി ഉറങ്ങിയതിനു ശേഷം വരാൻ പറയൂ. കാമഭ്രാന്തൻ, അല്ല മഹാഭ്രാന്തൻ. സുനാമി എന്ന് പറഞ്ഞാൽ പഴയ പറ്റിപ്പടിക്കാരി സൗദാമിയുടെ അനീതി അല്ല, പിന്നെ പൊങ്ങുന്നേ. എന്ത്? അല്ല പൊന്നങ്ങുന്നേ. നിർത്തു. കടലിളകിയൊന്നോ? ബാക്കിയുള്ളവന്റെ കുടലളിയിരിക്കുമ്പോഴാണ് അവന്റെ കടലിളക്കം. മഹാമന്ത്രി, ഇന്നലെ പള്ളി ചിക്കൻ വെച്ച പാചകക്കാരൻ ആരാണ്? പണ്ടാരി കേശവൻ. അവനെ പണ്ടടങ്ങി പോകും. അനങ്ങുന്നേ. എന്ത്? അല്ല അങ്ങുന്നേ. സുനാമി തിരമാലകൾ അടിച്ച് കടപ്പുറത്തെ മുഴുവൻ വീടുകളും പ്രജകളും ഒലിച്ചുപോയി. ഈശ്വര, ഇതെന്തൊരു SSLC പരീക്ഷ! ഇത് ഞാനെങ്ങനെ സഹിക്കും മന്ത്രി? ഇനി ഞാനെങ്ങനെ ഫിഷ്മോളി കഴിക്കും? ഫുൾ ഡൗൺ രാജാവേ, ഫുൾ ഡൗൺ, ഫുൾ ഡൗൺ. മഹാമന്ത്രി, ഇതെങ്ങനെ സംഭവിച്ചു? അത് എന്നോടാണോ ചോദിക്കുന്നത്? കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ച് ചോദിക്കും. ആരെവിടെ? അവിടെ കാര്യമില്ല, പറഞ്ഞോ. എത്രയും പെട്ടെന്ന് കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞനെ വിളിപ്പിക്കൂ. പ്രഭു, ഭൂഗർഭ ശാസ്ത്രജ്ഞൻ ഇവിടെ ഇല്ല. പുള്ളിക്കാരന്റെ ഭാര്യ 12ാമത് ഗർഭിണിയാണ്. കൊട്ടാരം ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിരിക്കുകയാണ് കുടുംബസമേതം. 12ാമതും ഗർഭിണിയോ? അതെ പ്രഭു, 12 o'clock. മന്ത്രി, അയാൾ ഭൂഗർഭ ശാസ്ത്രജ്ഞനോ അതോ സ്ത്രീ ഗർഭശാസ്ത്രജ്ഞനോ? മഹാരാജൻ, ശാസ്ത്രം തോറ്റു, ശാസ്ത്രജ്ഞൻ ജയിച്ചു. നടരാജൻ. എന്ത്? അല്ല മഹാരാജൻ, അങ്ങേക്ക് വിഷമം തോന്നില്ലെങ്കിൽ അങ്ങയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്ത്? എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമോ? അടി വരുന്നേ. അയ്യോ! അല്ല അവിടുന്ന് രാവിലെ മോർണിംഗ് വാക്കിനിടയ്ക്ക് പള്ളിപ്പരദൂഷണം പറയാൻ ബീച്ചിൽ പോയ നമ്മുടെ രാജ്ഞിയെ 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 സുനാമി തിരമാല കൊണ്ടുപോയി പ്രഭേ. സത്യം? സത്യം. ഇവിടന്റെ അമ്മയാണ് സത്യം. സത്യമാണെന്ന്. പ്രഭു, ദേ നോക്ക്, രാജ്ഞി, രാജ്ഞി. അപ്പോൾ രാജ്ഞി ഭരിച്ചില്ലേ? നിന്നെ സുനാമി തിരമാലകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നീ പോയില്ലേ? വാടാ, ഇവിടെ വാടാ. എന്താടാ? അയ്യോ 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 അയ്യോ. മേലാ രാജ്ഞി ചത്തെന്നും പറഞ്ഞ് എന്നെ കൊതിപ്പിക്കരുത്. റോജൻ, അല്ല രാജൻ, അതിന് ഞാൻ അറിഞ്ഞോ ഈ സാധനത്തിന് കടൽ സ്രാവിന് പോലും വേണ്ടെന്ന്? മഹാപ്രാണി, മഹാറാണി, എങ്ങനെയാണ് ഈ കടൽ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ടത്?
ഞാൻ ആ കടൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് കണ്ടപ്പോൾ വെറുതെ ഇരിക്കുന്ന കടമറ്റത്ത് കർത്തനാർ അച്ഛൻ വാഴയിലയിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. എന്റെ കടമറ്റത്ത് കത്തനാരച്ച, സീരിയൽ നിർത്തിയിട്ടും നിർത്താറായില്ലേ താങ്കളുടെ ക്രൂര കൃത്യങ്ങൾ. അല്ലയോ മഹാറാണി, എന്താ പ്രാണനാഥ? ഇത്രയും നേരം കടൽ വെള്ളത്തിൽ കിടന്ന് കുതിർന്നതല്ലേ, പോയി പള്ളി നീരാട്ട് കഴിഞ്ഞു വരൂ. പ്രാണനാഥ, Tell me. ഞാനിനി കുളിക്കടവിലേക്ക് പോയിക്കോട്ടെ? പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. മന്ത്രി, എന്താണ് പ്രഭു? രാജ്ഞിക്ക് കുളിക്കുന്നതിനുള്ള ഏർപ്പാടുണ്ടാക്കൂ. ഉത്തരവ് പോലെ. നിൽക്കൂ, താനിവിടെ പോകുന്നു. ഏർപ്പാടുണ്ടാക്കാൻ ആ ഏർപ്പാട് ഇവിടെ വേണ്ട. മന്ത്രി, എന്താണ് പ്രഭു? സ്വാമിജിയെ വിളിപ്പിക്കൂ. മഹാമാന്ത്രികൻ, യന്ത്രതന്ത്ര കുതന്ത്രൻ, സ്കൂളിലെ കഞ്ഞിവെപ്പുകാരൻ, മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരൻ, കൊട്ടാരത്തിലെ പ്രശ്നം വെപ്പുകാരനായ കുക്കുടാനന്ദ കുരുമുളക് സ്വാമി തിരുവടികളിതാ എഴുന്നള്ളുന്നേ. ചക്രവർത്തി തിരുമനസിന് പ്രമാണം. നമ്മുടെ രാജ്യം പ്രകൃതി ഷോറൂം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറുമോ ചോപോല്ലേ? ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ. തെറ്റാണെങ്കിലും താൻ തിരുത്താൻ നിൽക്കണ്ട, വെളിവില്ലാത്ത വർഗമാണ്. മഹാരാജൻ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്? എടോ മന്ത്രി, എന്താണ് ചെയ്താനെ? അല്ല സുൽത്താനെ, ഇതറിയാൻ വേണ്ടിയാണോ നമ്മൾ ഇയാളെ വിളിപ്പിച്ചത്? അതറിയാനല്ലേ തന്നെ വിളിപ്പിച്ചത്? ഓ, ഞാനതങ്ങ് മറന്നു. മഹാരാജൻ, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? കബഡി നിരത്തു. എന്ത് മന്ത്രമാണ്? ഇതാണ് മന്നാടെ മന്ത്രം. എന്നാടെ? മന്നാടെ. വർഷങ്ങൾക്ക് മുമ്പ് ഈ കടപ്പുറത്ത് ഒരു കറുത്തമ്മയും ഒരു പരീക്കുട്ടിയും ഒരു പഴനിയും ഒരു സ്രാവും ജീവിച്ചിരുന്നു. കറുത്തമ്മയും പരീക്കുട്ടിയും കടപ്പുറത്തുകൂടി പാടി പ്രേമിച്ചു നടന്നു. വെളിച്ചം മങ്ങുന്നില്ലേ? ഉണ്ട്. ഇരുട്ട് പടരുന്നില്ലേ? ഉണ്ട്. മഹാരാജാവ് സൂക്ഷിച്ചു നോക്കൂ. കറുത്തമ്മയും പരീക്കുട്ടിയെയും കാണുന്നില്ലേ? ആ കരുത്തമ്മയും പരീക്കുട്ടിയും ഒന്നാകാൻ ആ കടപ്പുറംകാരെ സമ്മതിച്ചില്ല. സ്വന്തം കാമുകനായ പരീക്കുട്ടിയെ ഉപേക്ഷിച്ച് കരുത്തമ്മ പളനിയെ കല്യാണം കഴിച്ചു. അവർ കൊന്നാകാൻ കഴിയാതെ പോയ സങ്കടത്തിൽ അവർ ആ കടലിൽ ചാടി മരിച്ചു. കടലമ്മ കലിതുള്ളി വിറച്ചു. അവരുടെ ശാപമാണ് ഇന്നീ സുനാമിക്കു കാരണം. രാജഗുരു, ഇതിന് എന്താണ് ഒരു പ്രതിവിധി? ഇതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ. ഈ നിൽക്കുന്ന മഹാരാജാവ് പുറംകടലിൽ പോണം. ആമിന്തിന് പുറംകടലിൽ പോണം. ആരവിടെ? കടലിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. പോങ്ങൻ രാജാവ്, കടൽ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്? അത് ശരിയാണല്ലോ. അതുകൊണ്ട് രാജാവ് നടുക്കടലിൽ പോയി ഒരു കൊമ്പൻ സ്രാവിന് ഏലസ് കെട്ടിക്കൊടുക്കണം. പിന്നെ നടുക്കടലിൽ 2 വർഷം തപസ്സിരിക്കണം. ഇല്ല ഇല്ല, സാധ്യമല്ല. രാജ്ഞിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്കിരിക്കാനാകില്ല ഗുരു, എനിക്കിരിക്കാനാകില്ല. അത്രയ്ക്ക് സ്നേഹമാണോ അങ്ങേക്ക് രാജ്ഞിയോട്? സ്നേഹമുണ്ടായിട്ടല്ല, ഒരു സെക്കൻഡ് എന്റെ കണ്ണു തെറ്റിയാൽ അവൾ കണ്ണി കണ്ടവരുടെ കൂടെ ഇറങ്ങിപ്പോകും. നാഥ, എന്നെ അവിശ്വസിക്കരുത്. അങ്ങ് ധൈര്യമായി പോയിക്കോളൂ. അങ്ങ് വരുന്നത് വരെ അങ്ങയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കൊട്ടാരവാതിക്കൽ അങ്ങയെ കാത്തു നിന്നുകൊള്ളാം. എന്നിട്ട് വേണം വഴിയോടെ ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിക്കാൻ. നാഥ, എന്നെ വിശ്വസിക്കൂ. എനിക്ക് നിന്നെ വിശ്വാസമില്ല. എന്നിലുണ്ട് ആത്മവിശ്വാസം. എനിക്കില്ലാത്തതും അതാണ്. നിങ്ങൾ കച്ചറകളാകല്ലേ. രാജാവിന് രാജ്ഞിയെ വിശ്വാസമില്ലെങ്കിൽ അതിനുള്ള പോംവഴി ഞാൻ പറയാം. രാജാവ് പോയി തിരികെ വരുന്നത് വരെ ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണ വൃത്തത്തിനുള്ളിൽ രാജ്ഞി നിൽക്കണം. ലക്ഷ്മണ വൃത്തത്തിൽ നിന്നും രാജ്ഞി പുറത്തു കടന്നാൽ ആ നിമിഷം രാജ്ഞി ഭസ്മമായി പോകും. ഗുരു, അങ്ങയുടെ മന്ത്രശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. വരയ്ക്കൂ വൃത്തം. രാജഗുരു, ഞാൻ പുറപ്പെടുകയാണ്. അനുഗ്രഹിച്ചാലും. പ്രിയതമേ, കാറ്റും കോളും നിറഞ്ഞ കടലാണ്. കാറ്റ് പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നാഥ, അങ്ങ് പോയി വന്നാലും ഒരിക്കലും അങ്ങയുടെ കാറ്റ് പോവില്ല.
പോയി വരൂ മഹാരാജൻ. ആയുഷ്മാൻ ഭവ. രണ്ടു വർഷങ്ങൾക്ക് ശേഷം തപസ്സു ചെയ്യാൻ പോയ മഹാരാജാവ് തിരിച്ചു വരുന്നു. റാണി, റാണി, മഹാറാണി, ഞാൻ തപസ് കഴിഞ്ഞ് വന്നു റാണി. ഞാൻ കൊമ്പന്റെ അരയിൽ ഏലസ് കെട്ടി റാണി. എന്ത്? റാണി ഇപ്പോഴും ലക്ഷ്മണ വൃത്തത്തിനകത്ത് തന്നെ നിൽക്കുന്നുവോ? ഹോ, ഞാൻ എന്റെ റാണിയുടെ പാതിവൃത്യത്തെ അവിശ്വസിച്ചു. എനിക്ക് മാപ്പ് തരൂ റാണി, മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ. നാദാ, എന്ത്? എടി ദ്രോഹി, നാം എന്താണ് ഈ കാണുന്നത്? രണ്ട് കുട്ടികളോ? നീ ഈ വൃത്തത്തിന് പുറത്തിറങ്ങിയല്ലേ? ഇല്ല നാദാ, ഞാൻ ഈ വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എന്നെ വിശ്വസിക്കൂ നാദാ. പിന്നിതെങ്ങനെ സംഭവിച്ചു? ഇടയ്ക്കിടയ്ക്ക് ഈ വൃത്തത്തിനുള്ളിലേക്ക് നമ്മുടെ രാജഗുരു ചാടിക്കടക്കുമായിരുന്നു നാദാ. എന്റെ ഈശ്വരാ!